മനോഹരമായിട്ടുള്ള ഒരു മോണോ കണ്ടു. അതിഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം ഒരു സറ്റയറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നുള്ളത് അതിന്റെ ഒരു ഉദാത്തമായ എക്സാം. പ്ലസ് മനോധർമ്മം ഈക്വൽ ടു മാധ്യമധർമ്മം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിലൊരുവൻ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം. ഓ എന്താന്ന് എന്താ ഉണ്ണി ഒന്നും തിരിയില്ലല്ലോ. അത് പറയൂ പറയൂ മിസ് പറളി തങ്കമ്മ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഓ ഉസ്മാനെ, പ്രതി പത്തനംതിട്ടയിൽ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പെരച്ചക്ക് 3 മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കേറി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? ഓ ഉസ്മാനെ, തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് പൊട്ടാ എന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും 18 മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതും അല്ലേ പ്രതിക്കെതിരെയുള്ള പരാതി? ഓ തന്നെ. അത് കൂടാതെ ഒരു ഫ്ലാറ്റും 10,000 രൂപയുടെ ചെരുപ്പും ചോദിച്ചിട്ടുണ്ട് മൂപ്പര്. ഈ കാട്ടിക്കൂട്ടിലൊക്കെ കൂടെ കണ്ടപ്പോഴാണ് ഇതൊരു പീഡനമായിരുന്നു അവർക്ക് മനസ്സിലാവുന്നത്. ഇതാ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത. പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലപ്പാൻറ്റും മഞ്ഞ ഷർട്ടും അണിഞ്ഞ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓ ഉസ്മാനെ, ഇത് ആദ്യമായി കണ്ടത് നമ്മുടെ ക്യാമറാമാനാണെന്ന്. പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ക്യാമറാമാൻ കൊണ്ടോട്ട് സുപ്രിയോടൊപ്പം കടിക്കാച്ചി പാത്തുമ്മ, പത്തനംതിട്ട. ഇതാ നമുക്ക് എന്താണ് സ്ഥലം, MP ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാ നിങ്ങളൊക്കെ? ആളാകാൻ വരരുത്. ഡോണ്ട് ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ സുരേഷ്, ഇറ്റ് ഈസ് വെരി ബാഡ്. MP ആണത്രേ MP. ചോദ്യം ഇഷ്ടമായില്ലെങ്കിൽ ഇദ്ദേഹത്തിനും പറയാമായിരുന്നില്ലേ കടക്ക് പുറത്ത് എന്ന്? അതുമല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ആക്ഷൻ കാണിക്കാമായിരുന്നില്ലേ? സൗകര്യമില്ല. അത് ചിലപ്പോ തൃശ്ശൂരിലെ പുണ്യാളിലെ കിരീടം വെച്ച പോലെ ആകും. ഈ തൂലിക അക്ഷരശക്തിയാണ്, പൗരസ്വാതന്ത്ര്യമാണ്, സത്യത്തിന് വേണ്ടിയുള്ള പടവാളാണ്. മുനയൊടിഞ്ഞ ഈ തൂലിക എനിക്ക് വേണ്ട, അരുത്. അനേകം ധീര ദേശാഭിമാനികളെ എന്തിയ തൂലികയാണിത്. ഇത് ഈ സാംസ്കാരിക നഗരിയിൽ ഒരു സ്മാരകമായി സൂക്ഷിക്കാനെങ്കിലും ഞങ്ങൾക്ക് വേണം. ഓ എന്റെ മനസ്സാനെ, നിങ്ങൾ ആ TV ഒന്ന് ഓഫ് ചെയ്യും. കൊച്ചു കുട്ടികളുള്ള വീടാ, അതിനെന്താ? ആർക്ക് കേൾക്കാനാ? മന്ത്രിയുടെയും തന്ത്രിയുടെയും സ്വർണ്ണ കഥ കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ഇത് രണ്ടിനും കഴിയാത്തവർ അന്തി ചർച്ചകളിൽ പരസ്പരം തന്തയ്ക്ക് വിളിക്കട്ടെ. എന്താണല്ലേ അവർക്ക് റേറ്റിംഗ് കൂടും മനസ്സാലേ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം. പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടുചായയും മറുകൈയിൽ പത്രവുമേന്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ TV ചാനലുകളിലെ AC മുറികളിലിരുന്ന് പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് അറപ്പാ. യു ആർ റൈറ്റ്. ആടിനെ പട്ടിയാക്കി ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നവമാധ്യമ സംസ്കാരം കഷ്ടം. കാണ്, കൈരളി, ജനം, ജയിൽ, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, പ്ലസ് മൈനസ്, മണ്ണാങ്കട്ട. ഇതിലാരെയാ നമ്മൾ വിശ്വസിക്കുക? എല്ലാം വിളിച്ചു പറയുന്ന ഈ വിട്ടി പട്ടിയോ? ഇവിടെ എന്റെ പള്ളിയെ പോക്കറ്റ് റേഡിയോ. നാട്ടിലെങ്ങും പാട്ടായി, വീട്ടിലിരിക്കാൻ പറ്റാണ്ടായേ. നന്ദി, നമസ്കാരം.